എല്ലാവർക്കും വെൽക്കം ടു അനദർ ലൈവ് സ്ട്രീം. എന്താണ് പരിപാടി? അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഫ്രം റോക്ക് സ്റ്റാർ എന്താ ഇപ്പോഴത്തെ? ഇല്ല കേസ് അത് പോയി, സെർവർ ഇല്ല ഇനി. ഞാൻ ജസ്റ്റ് ചുമ്മാ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ലൈവ് ഇടാന്ന് വെച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് പോകാന്നുള്ള രീതി വന്നു. സെർവർ ഇല്ല, സെർവർ പോയി, മൊത്തത്തിൽ പണി കിട്ടി. ഹേഡ് ബ്രോ, മൈക്ക് ഹൈഡാമത്തെ ആൾക്കുട്ടി. ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ എന്ത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതായി വേറെ വേറെ എന്തെടുക്കും? ഒന്നും എടുക്കാനില്ലടാ. നമ്മൾ വേറെ രണ്ടു പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, അതുകൂടെ നമ്മൾ നോക്കി, പക്ഷെ അതും പോസിബിൾ അല്ല. CFXC അവരുടെ കുറേ കാര്യങ്ങളിൽ അപ്ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് അതും പോസിബിൾ അല്ല. പ്ലേ ആവുന്നില്ല എന്നാ? എന്ത് പ്ലേ ആവുന്നില്ലടാ? അന്ന് പുതിയ സെർവർ എടുക്കണുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ കറലി ആലോചിക്കുന്നില്ല. കാരണം ഇത് നമുക്ക് വലിയൊരു ലോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യണം, എന്നാൽ മാത്രമേ അടുത്തതിലോട്ട് ഇതാകുന്നുള്ളൂ. നമ്മൾ ഇപ്പം എന്തായാലും കറലി അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും തീരുമാനമായിട്ടില്ല. സാമിന് ഇഷ്യൂ ഉണ്ടോ? ഇല്ല, സാം സർവീസിനൊന്നും ഇഷ്യൂ ഇല്ല. CFXCയുടെ അല്ല, സാമ്പ് എൻ്റെ ഡിഫറെൻ്റ് ആണ്, അതിന് പ്രശ്നമൊന്നുമില്ല. സാം നമ്മൾ 150 ഫോളോവേഴ്സ് ഇടുണ്ടെങ്കിൽ നമുക്ക് 7K ആവും, ഐ തിങ്ക്. 7K. ബ്രാവോ ഓക്കെ ആയോ? ബ്രാവോ ഞാൻ ഇന്നലെ പോയിട്ടുണ്ട്. ബ്രാവോ ടോട്ടലി ഡെസ്പാണ്. ക്യാഷ് പോയത് മാത്രമല്ല, കാരണം 2 വർഷത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടാണ് ഈ സാധനം. നമ്മളിപ്പം ഈ 2 വർഷം കൊണ്ട് രാവിലെ എണീക്കുന്നു, സെർവറിൽ ഇരിക്കുന്നു, പരിപാടി ചെയ്യുന്നു. സെർവർ റിലേറ്റഡ് ആയിട്ടാണ് ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പം രാവിലെ എണീറ്റിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. എല്ലാവരും ശോകമാണ്. ഡൈനുവും ഞാൻ, ഡൈനു, AK, ബ്രാവോ, എല്ലാവരും ശോകമാണ്. കം ബാക്ക് സ്ട്രോങ്ങർ ബ്രോ. നമ്മൾ ട്രൈ ചെയ്യണോടാ, എന്തെങ്കിലും പുതിയ. നമ്മൾ എന്തായാലും തോറ്റു കൊടുക്കില്ല, നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരണം. ഇപ്പം ആണ് പ്രശ്നം. എന്താ ശരിക്കും പറ്റിയ ഇന്നലെ പറഞ്ഞ പോലെ അവരുടെ റൂൾസ് വയലേറ്റ് ചെയ്ത് തന്നെയാണ്. പക്ഷെ അത് അങ്ങനെയുള്ള റൂൾസ് നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ? നമ്മൾ മാക്സിമം എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ചില കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ഞാനത് സംസാരിക്കാനല്ല വന്നത്. നിങ്ങൾ വേറെ എന്തെങ്കിലും ടോപ്പിക് ചോദിച്ചാൽ നമുക്കത് സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ആൾക്കാരോട് സംസാരിച്ചിരിക്കാന്ന് വെച്ചിട്ടാണ് വന്നത്. RDR സെർവർ വരൂലേ? നമുക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടൊന്നുമില്ല. എല്ലാം ശരിയാക്കണം. അവിടെ അടിനുള്ളി മോഡൊന്ന് കാണിക്കുന്നുണ്ടല്ലോ, അത് അങ്ങനെ അത് അവര് അത് അത് നമുക്ക് പബ്ലിക് ആക്കാനും പറ്റില്ല, ആർക്കും കയറാൻ, ഈവൻ ഞങ്ങൾക്ക് പോലും കയറാൻ പറ്റില്ല. അതങ്ങനെയാണ്, അഡ്മിനുള്ളിൽ നിന്ന് കാണിക്കത്തുള്ളൂ, സെർവർ സ്റ്റാർട്ട് ആവത്തില്ല. ടിക്കറ്റിന് റിപ്ലൈ വന്നോ? ടിക്കറ്റിന് റിപ്ലൈ വന്നില്ല. നമുക്കത് അവർ നമ്മൾ ഉറപ്പിച്ച് കിട്ടൂല എന്നുള്ളത് മൊത്തത്തിൽ ഉറപ്പായി. വാസ് മാരേജ് ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നടാ, ഹാപ്പി ആയിട്ട് പോകുന്നു. അഭിരാജ് ബ്രോ, താങ്ക് യു സോ മച്ച്. കിക്സ, താങ്ക് യു സോ മച്ച്. അതുപോലെ വേറെ ആരും ഉണ്ടായിരുന്നല്ലോ, താങ്ക് യു. ഹലോ റായിര റോസ്റ്റർ, താങ്ക് യു സോ മച്ച് ഫോർ ദ 100 കിക്സ്. താങ്ക് യു. അർജന്റീന മാച്ച് കണ്ടോ? അപ്പം സീരിയസ്ലി ഞാൻ ഫുട്ബോൾ ഞാനങ്ങനെ സ്പോർട്സ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ക്രിക്കറ്റ് കാണാറില്ല, ഫുട്ബോൾ കാണാറില്ല. പക്ഷെ എനിക്ക് ധോണി, സഞ്ജു, അങ്ങനെ ആൾക്കാരെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ അത് ഫോളോ ചെയ്യുന്ന ഒരു ആളല്ല. അതുപോലെ മെസ്സിനെ ഇഷ്ടമാണ്, റൊണാൾഡോനെ ഇഷ്ടം. റൊണാൾഡോ ഏറ്റവും ഇഷ്ടം. മെസ്സി ഒക്കെയാണ്. ഇഗോ ബ്രോ, താങ്ക് യു സോ മച്ച് 100 കിക്സ്. സോറി 10 കിക്സ്. റോക്സ്റ്റാർ ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കട്ടെ. റോക്സ്റ്റാറിന്റെ ഓഫീസിൽ എവിടെ പോയി പ്രശ്നം ഉണ്ടാക്കട്ടെ? ഇത് റോക്സ്റ്റാർ പേരന്റ് കമ്പനി എന്നാണ്. റോക്സ്റ്റാറിന്റെ അണ്ടറിൽ വരുന്നതാണ് CFXC ഇപ്പോൾ കറന്റ്. അവരിപ്പോൾ അത് അവരുടെ ഷെയർസ് ഒക്കെ വലിച്ചിട്ട് അവർ ഇപ്പോൾ CFXC റോക്സ്റ്റാറിന്റെ അണ്ടറിലാണ്. പേരന്റ് കമ്പനിയാണ്, കമ്പനിയാണ് CFXC. അപ്പം അതുകൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കുറേ നമുക്കറിയാവുന്ന, ഇപ്പം ഇന്നലെ ലൈവിലൊക്കെ വന്നവരെ വെച്ചിട്ടൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ നടക്കത്തില്ല. ഇല്ല, അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇല്ല, സിറ്റി ഇനി ഇല്ല എന്നുള്ളതാണ്. നമ്മളിപ്പം ഇതുവരെ റൺ ചെയ്തൊന്നും സിറ്റി ഇനി ഉണ്ടാവില്ല. ഇനി അപ്ഡേറ്റ് അബൌട്ട് ഓൺ സിറ്റി. AP ഓക്കെ ആയോ? AP ആൾ ഫുള്ളി പോയിരിക്കുക. ഇപ്പം ഞങ്ങൾ ഇന്നലെ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്തോ
നമ്മുടെ കീ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ തന്നെ കുറച്ചായപ്പോൾ തന്നെ നമ്മൾ ഞെട്ടി. അപ്പൊ പിന്നെ ഭാവം മൊത്തത്തിൽ പോയിരിക്കും. കറണ്ട് അപ്ഡേറ്റ്സ് എന്താണ്? നമ്മളിപ്പം സീറോയിൽ നിൽക്കുവാണ്. എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുവാണ്. പുതിയ സെർവർ തുടങ്ങുമെന്നാണോ? അത് തീരുമാനമായിട്ടില്ല. അത് ഇനി സെർവർ തുടങ്ങിയാലും ഇനി നമുക്ക് ഇഷ്യൂസ് വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ലല്ലോ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു, പുതിയ സെർവർ ഒരു ഇപ്പോൾ 3-4 ലക്ഷം രൂപയൊക്കെ മുടക്കി കഴിഞ്ഞാൽ പുതിയ സെർവർ വരും. പക്ഷേ അത് തുടങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? നെക്സ്റ്റ് പ്ലാൻ അതാണ് ഞാൻ പറഞ്ഞത്. പ്ലാനിങ് നമുക്ക് അങ്ങനെ ഒന്നും മൈൻഡിലോട്ട് വരുന്നില്ല. ഒന്നാമത് ആരും ഓക്കെ അല്ല. ഇനിയിപ്പം ഡൈനോ ആയാലും ബ്രാവോ ആയാലും ആരും ഓക്കെ അല്ല. അണ്ണൻ പറഞ്ഞു 1 വീക്ക് കൊണ്ട് സെർവർ അത് പോസിബിൾ ആണ്. നമ്മളിപ്പം വീണ്ടും ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവരാം. പക്ഷേ ദി ഇഷ്യൂ ഈസ് അവിടെ ചോദ്യമുണ്ട്. അതായത് വീണ്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവത്തില്ലേ എന്നുള്ളത്. ഇനി അത്രയും ബഡ്ജറ്റ് പുതിയ സെർവർ തുടങ്ങുന്നത് പോസിബിൾ ആണോ? അപ്പം ഒരിക്കലും അല്ല. ഇനിയിപ്പോൾ 10-15 ലക്ഷം രൂപ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കം ബാക്ക് ഉണ്ടോ? എന്തായാലും നമ്മൾ തോറ്റു കൊടുക്കില്ല. ഇപ്പം ടൈം എടുത്തിട്ടായാലും നമ്മൾ തിരിച്ച് എന്തെങ്കിലുമായിട്ട് വരും. ബ്രാവോ ലൈവ് വരും. ബ്രാവോ ചിലപ്പോൾ ഇന്ന് ലൈവ് വരും. ഇന്നലെ ആളൊട്ടും ഒക്കെ അല്ലായിരുന്നു. അപ്പം ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് പിന്നെ രാത്രി ഇന്ന് ലൈവ് വരാൻ ചാൻസ് ഉണ്ട്. ഇന്ന് ലൈവ് ഇടുന്ന കാര്യം ഞാൻ ചോദിച്ചപ്പം വരാം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. സർഗെ കൊല്ലം വന്നു അറിയില്ല. ആളെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. കൊല്ലത്ത് എന്തായാലും ഒരു വാണിംഗ് പോലും തരാതെ നമുക്ക് പറ്റി വലിയ പട്ടി വിലയാണ് അവർ തരുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു വിലയില്ല. അതാണ് ആക്ച്വലി അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സെർവറല്ല, ഏത് സെർവർ പോയാലും അവർക്ക് ഇത് തന്നെയാണ്. അവർക്ക് പ്രശ്നമേ ഇല്ല. പ്രോപ്പറായിട്ട് റൂൾസ് നോക്കി സ്റ്റാർട്ട് ആക്കിക്കൂടെ? ഇനി അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ആക്കുന്നത്. റൂൾസ് എല്ലാം നോക്കി അതോ ഇനി ഒരു സെർവർ സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ തന്നെ ഈ നെയിം ഇടാൻ പറ്റും. അപ്പോൾ അത് പറ്റും ബ്രോ. എസ്ലാൻഡിസ് എന്നുള്ള നമ്മുടെ ടാഗ്, നമ്മുടെ എന്താ പറയുന്നത്, നമ്മളുടെ എന്തുവായിരുന്നു പറയുന്നത്, നമ്മുടെയാണ് എസ്ലാൻഡിസ്. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അവ ലൈവ് വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരുമായിരിക്കും. പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ട, ടൈം എടുത്ത്. അത് തന്നെയാണ്, പെട്ടെന്ന് ഡിസിഷൻ എന്തായാലും എടുക്കത്തില്ല നമ്മൾ. ടൈം എടുത്തിട്ടേ വരുള്ളൂ. എന്തെങ്കിലുമായിട്ട് വരുമെന്ന് പറഞ്ഞാൽ അതവിടെ തീരുമാനിച്ചു. ചിലപ്പോൾ ആർ ഡി എസ് സർവൈക്കും വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ഒരു തീരുമാനം ഒന്നും ആയിട്ടില്ല. ഇപ്പൊ പയ്യം തന്നെ ഇതാക്കണമെന്നൊന്നും. എന്ത് റൂളാണ് ബ്രേക്ക് ചെയ്തത്? അത് അവിടെ 18+ എന്നുള്ള റൂളിൽ പ്രോപ്പർ ഗൈഡൻസ് ഇല്ല. പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് സിറ്റിക്കകത്തുള്ളത് 18+ എന്നാക്കിയതേ ഉള്ളൂ. പിന്നെ ചൈൽഡ് ഫെഡ് പ്രശ്നമുണ്ട്. ചൈൽഡ് സംബന്ധമായിട്ടുള്ള RPs നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പറ്റില്ല. നമ്മൾ ഈ ഇപ്പം പ്ലേയേഴ്സൊക്കെ നിസാരമെന്ന് കരുതുന്ന ഇപ്പം കാര്യം ഇത് പ്രോപ്പർ റോൾ പ്ലേ എന്ന് വെച്ചാൽ റോൾ പ്ലേ തന്നെ ആയിരിക്കണം. അവിടെ RPക്കാണ് വാല്യൂ കൂടുതൽ, PP അല്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. PP മാത്രമായിട്ടുള്ള സർവീസ് തുടങ്ങുന്നത്, മനസ്സിലായോ? അവിടെ അതിൻ്റെ റൂൾസ് വ്യത്യാസമാണ്. ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ഫ്രം വൺ കീ ടു അനദർ കീ പോസിബിൾ ഇഫ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് അസറ്റ് സെല്ലേഴ്സ്. അത് പോസിബിൾ അല്ല. നമ്മൾ ആ സൈഡ്, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കുറേ സൈഡ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അതായത് ഇപ്പം നമുക്ക് പണ്ടായിരുന്നെങ്കിൽ നമ്മളെ കീ കിടക്കുന്ന അസറ്റ് വേറെ കീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ CFXC പുതിയ അപ്ഡേറ്റ് ഉണ്ടെന്ന് 20 ഡേയ്സ് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്താൽ 28 ഡേയ്സിനുള്ളിൽ അത് ട്രാൻസ്ഫർ ചെയ്ത് വേറെ കീയിലാക്കിയാൽ മാത്രമേ ട്രാൻസ്ഫർ പോസിബിൾ ഉള്ളൂ. ഒന്നങ്ങനെ. ഇനിയിപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ അവിടെ ഒരു ഇഷ്യൂ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമുക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്ത കീന്ന് ഇത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല റിവോക്ക് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അവർ വേറെ കീയിൽ അത് തരില്ല. അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അതാ ഞാൻ പറഞ്ഞത്, കുറേ പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നോക്കി. പക്ഷെ അതിനെല്ലാം തീരുമാനമായി ഇന്നലെ. അതൊന്നും പോസിബിൾ അല്ല. ഓൾഡ് സെർവർ കിട്ടില്ല, അത് പോയി. അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. RDR 18+ ഗെയിമാണ് ഗൈസ്. RDR എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇനി പ്രോപ്പർ സിറ്റി റോക്സ്റ്റാർ റൂൾസ് കൊണ്ടുവരണം. ബിക്കോസ് ഈ സിറ്റി കുറേ വേറെ ലൈഫാണ്. അതാണ് അതാണ് ഞാൻ പറഞ്ഞത്. ടൈം എടുത്തിട്ടായാലും നമ്മൾ പ്രോപ്പർ ഗൈഡൻസിൽ ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന രീതി മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. വരും എന്തായാലും നമ്മൾ വരാതിരിക്കത്തൊന്നുമില്ല. പക്ഷേ എപ്പോൾ എന്നുള്ളത് പറയാറായിട്ടില്ല. റാവോ ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് എന്താ പറയുന്നത്,
ഇപ്പൊ ഞാൻ ഈ ഇഷ്യൂ ഇപ്പൊ കുറെ നാളായിട്ട് ബ്രാവിനെ അറിയില്ല. ആ ഒരു ഇതല്ല ഇപ്പം ബ്രാവോയ്ക്ക് ആക്ച്വലി ഉള്ളെ. ഭയങ്കര സൈലന്റ് ആയി. അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. മനസ്സിലായോ? ബ്രാവോ ലൈവ് വന്നാലും കുറെ ബുദ്ധിയില്ലാത്ത കുറെ എണ്ണം ഉണ്ട്. നെഗറ്റീവ് കമന്റ് ആയിട്ട് വരും. അതാ കുഴപ്പം. അങ്ങനെയുള്ളവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ലടാ. ബ്രോ എസ്ലാൻഡ് സ്വീറ്റ് വെർഷൻ സെയിം കീ ആയിരുന്നു. എല്ലാം സെയിം കീ തന്നെയാണ്. V1, V2, V3 എല്ലാം സെയിം കീ തന്നെ. ഇപ്പൊ വേറെ സിറ്റിക്ക് ഒന്നും ബിലോ 18 പ്രോബ്ലം ഇല്ലേ? ഉണ്ട്. എല്ലാ സിറ്റിക്കും റൂൾസ് ഒന്ന് തന്നെയാടാ. പക്ഷേ ഒന്നെങ്കിൽ റിപ്പോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവര് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊന്നും നമുക്കറിയില്ല എന്തുകൊണ്ടാന്നുള്ളത്. ബ്രോ ഈ റോസ്റ്റാർ 3D ജോബ് ചെയ്യുന്നതല്ലേ കൊണ്ട് എന്തെങ്കിലും നോക്കീനോ? അതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? ഈ റോസ്റ്റാർ തേർഡ് ജോബ് ചെയ്യുന്ന ആളെ കൊണ്ട് അങ്ങനെ ഇല്ല ബോയ്സ്. അതാ പറഞ്ഞേ. ഇപ്പൊ നമുക്കറിയാവുന്ന സൈഡിൽ നിന്നൊക്കെ നമ്മൾ നോക്കി. പക്ഷെ അതൊന്നും നടക്കത്തില്ല. ആൽബോ ന്യൂസ് സെർവർ തുടങ്ങിയ V3 കിട്ടുമോ? ഈ പുതിയതായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന V3 ആയിട്ടൊക്കെ തുടങ്ങാം. ആ വീട്ടിൽ എവിടെ സ്റ്റോപ്പായി അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സാധനമൊന്നും ഇനി അങ്ങനെ പെട്ടെന്നൊന്നും ചാടിക്കറിയൊന്നും ഇതാക്കാൻ പറ്റില്ല. ഫുഡ് കഴിച്ചു. കഴിച്ചു. രാവിലെ കഴിച്ചടാ. ഡയറ്റിങ്ങാ. പെണ്ണുമ്പിള്ള ഫുഡ് തരുന്നില്ല. ക്വാണ്ടിറ്റി കുറച്ച്. വിശക്കുന്നുണ്ട് ഇപ്പം. ഒരു 10 മിനിറ്റ് ആയുള്ളൂ കഴിച്ചിട്ട്. അല്ലേ നല്ല RP ഒക്കെ കാണാനിരുന്ന് അപ്പോളാ ഇത് സംഭവിച്ചത്. JP ഓക്കെ ആയിട്ട് ലൈവ് വന്നാൽ മതി എന്ന് പറയാം. സുരേഷ് പറയുന്ന ഐസ്ലാൻഡീസ് ലൈഫ് പാട്ട് പോലെ ആയി. ടിവിയെ കൂടെ കുറേ സിറ്റി പോയിട്ടുണ്ട്. ബട്ട് ഐസ്ലാൻഡ് ഈസ് സംതിങ് ഡിഫറെന്റ്. അത് ഈഗിൾ ബ്രോ പറഞ്ഞത് ആണ്. നമ്മൾ അന്ന് ഇപ്പോൾ ടോപ്പ്. സോ നമുക്ക് മോണിറ്ററിങ് കൂടുതൽ ആയിരിക്കും. ഇനി ഈഗിളുടെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ആയാലും നമ്മൾ സെർവർ തുടങ്ങിയാലും വിത്തിൻ 1 or 2 ഡേയ്സ് നമ്മൾ വീണ്ടും ആ ടോപ്പിൽ തന്നെ എത്തും. പിന്നെയും ഒന്നുകൂടെ നോട്ടീസബിൾ ആയിരിക്കും. ഒരു പ്രാവശ്യം നമുക്ക് പണിയിട്ട് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും. എസ്ലാൻഡ് പീക്ക് ടൈമിൽ 500+ പ്ലേയേഴ്സ് ഉണ്ട്. ഇന്നലെ ബാക്കി സെർവറുകളൊക്കെ നോക്കിയപ്പോഴും പീക്ക് ടൈം 100+ പോലും ഇല്ല. സോ എല്ലാവർക്കും എസ്ലാൻഡ് ഈസ് ഒരു ഇമോഷനാണ്. എല്ലാവർക്കും ഇവിടെ കളിക്കാൻ താല്പര്യം. സിറ്റി പോയ വെച്ച് വേറെ എവിടെയും പോകാൻ താല്പര്യമില്ല. അത് ഞാനും നോട്ടീസ് ചെയ്തായിരുന്നു അങ്ങനെ കാര്യം. പിന്നെ കുറേ പേര് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. കുറേ ഇമോഷൻസ് ഒക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കും വിഷമം വരും. നമ്മള് പ്രതീക്ഷയെക്കാട്ടി വലിയൊരു റെസ്പോൺസാണ് സിറ്റി പോയതിൽ. ഇപ്പം നമ്മളെക്കാട്ടി വിഷമമുള്ള ആൾക്കാരുള്ളത് പോലെ മനസ്സിലായി. കുറേ പേരൊക്കെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചും ഇതൊക്കെ ആയിട്ട് എന്തോ അവരുടെ ലൈഫിൽ വലിയൊരു സാധനം മിസ്സായ ഒരു ഫീലിംഗ് ഒക്കെയാണ് വല്ലതും പറയുന്നത്. കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ അതുപോലെ സങ്കടവുമുണ്ട്. ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചീപ്പ് റേറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്ത ഫിനാൻഷ്യൽ റിട്ടേൺ കിട്ടാത്ത ഒരു പ്രോബ്ലം ആയില്ലേ? അങ്ങനെ നമുക്കിതിനകത്തുനിന്നും അങ്ങനെ ഭയങ്കര റിട്ടേൺ ഒരു സ്റ്റേജിൽ ബ്രാവോയ്ക്ക് വേണമെങ്കിൽ ബ്രാവോയുടെ ഇതൊക്കെ തിരിച്ചെടുക്കും. പക്ഷെ നമ്മൾ അപ്പോഴും നോക്കിയത് കുറച്ചുകൂടെ സെർവർ ടോപ്പ് ലെവലിൽ എത്തിച്ചു വെച്ചിട്ട് ഇതാക്കാന്നുള്ളതാണ് ചിന്തിച്ചത്. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ അല്ലടാ. നമ്മളെപ്പോൾ കോമ്പറ്റീഷനിൽ എപ്പോഴും നമ്മൾ ഒന്നാം നിൽക്കണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അത് ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയാലും വലുതായിരിക്കണം. ഫോളോ ചെയ്യാൻ ഒക്കുന്നില്ലെന്നാ. ഓട്ടോമാറ്റിക് ഏതാണ് അവർ പ്ലെയർ റിപ്പോർട്ട് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക് റിപ്പോർട്ട് അങ്ങനത്തെ സംഭവമൊന്നുമില്ല കേസ്. ആരോ സെർവർ റൂൾസിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയുന്ന ആരോ, അതിപ്പം നമ്മുടെ സിറ്റി കളിക്കുന്ന പ്ലേയേഴ്സോ വൈവും കളിക്കുന്ന പ്ലേയേഴ്സോ അങ്ങനൊന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പം ഈ പൊതുപ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരും ആവാം. മനസ്സിലായില്ലേ? ആരും ആവാം. ദിവസം പെർ മന്ത് 1 പ്ലെയർ 50 റുപ്പീസ്. അവിടെ അതൊക്കെ റോക്സ്റ്ററിന്റെ ഗൈഡേഴ്സിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. സിറ്റി പോയതിനു ശേഷം ആരുടെ ലൈവ് കാണാൻ ഒരു മൂടില്ല. ഞാൻ നോക്കിയടാ, സിറ്റി പോയതിനു ശേഷം അങ്ങനെ അധികം ആരും ലൈവും ഇല്ല. ഇനി എത്ര ദിവസം എടുക്കും ന്യൂസ് സെർവർ തുടങ്ങാൻ? അത് നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷനിലൊന്നും പോയിട്ടില്ലടാ. അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന മൂഡിലല്ല ആരും. ഇപ്പം ബ്രാവിഡായാലും പോയി സംസാരിക്കാൻ പറ്റത്തില്ല. ആർക്കും ആ ഒരു ഇല്ല. ഒരു സിറ്റി ഒരു 5 സെർവർ എന്ന രീതിക്കല്ല, ഒരു ലൈഫ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സോ അത് പോയപ്പം ഫീൽ റിയലി ബാഡ്. ശരിയാണ്. എല്ലാ ദിവസവും ആരെങ്കിലും RP കണ്ടിരിക്കും. ഈ 2 ഡേയ്സ് ആയിട്ട് നല്ല ശോകമാണ് മിസ്സിങ്. റോക്സ്റ്റാർ എനിക്ക് അറിയാവുന്നവരുണ്ട്. ബ്രോ ട്രൈ ചെയ്ത് നോക്കുക. അവരുടെ ഈ പറഞ്ഞ സെയിം റിപ്ലൈ ആയിരിക്കും. തരില്ല എന്നുള്ളത് തന്നെയാണ്. കിട്ടൂല എന്നുള്ളത് തന്നെയാണ്.
ബ്രോയുടെ രീതിയിൽ നിന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ബട്ട് വി നീഡ് ടു റേസ് സം മണി. അത് വേണ്ട കേസ്. നമുക്കത് താല്പര്യമില്ലാത്ത പരിപാടിയാണ്. ഇന്നലെ ഞാൻ ബ്രാവയെ കണ്ടപ്പോൾ ഞാൻ ഇത് പറഞ്ഞ ഇതുപോലെ ലൈവ് വന്ന് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ബ്രാവയ്ക്ക് സെയിം അഭിപ്രായം തന്നെ, അത് വേണ്ട എന്നുള്ളത് തന്നെയാണ്. അത് വേണ്ട. നമുക്ക് അങ്ങനെയാണെങ്കിൽ നേരത്തെ ആയാലും നമുക്ക് അങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. നമുക്കത് താല്പര്യമില്ലാത്ത കേസിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അല്ലാതെ ബ്രാവിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാവോ ലൈവ് ഇടുമ്പം നേരെ പോയിട്ട് ഇപ്പം കിക്സ് ആണെങ്കിൽ കിക്കിൽ സബ്സ്ക്രൈബ്. ജാംജിങ് ബ്രോ താങ്ക് യു സോ മച്ച് 50 കിക്സ്. അപ്പം അല്ലാതെ പോയി സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എടുത്തോ, കിക്സ് അയച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ആണെങ്കിൽ സൂപ്പർ ചാറ്റ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ സെർവർ തുടങ്ങാനായിട്ടോ സെർവറിന്റെ ഫിനാൻഷ്യൽ ഇതാക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് അങ്ങനെ ഒരു ഇത് താല്പര്യമില്ല. നമുക്കത് വേണ്ട. അല്ല ബ്രാവിന്റെ പേഴ്സണൽ അല്ലാതെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ പോയി സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ വേണ്ട. അത് പിന്നെ വേറെ സംസാരം. പിന്നെ വല്ല പ്രശ്നമായ കുറെ എണ്ണത്തിന്റെ ആണെങ്കിലും കേൾക്കേണ്ടി വരും. അത് തന്നെയാണ് മെയിൻ റീസൺ. മനസ്സിലായോ? ഇപ്പൊ എല്ലാരും ഇതില് സന്തോഷത്തോടെ തരുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നാളെ എന്തെങ്കിലും ഒരു ഇതായി കഴിഞ്ഞാൽ നമുക്ക് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് താല്പര്യമില്ലാത്ത അങ്ങനെ. ഇപ്പം പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കുറെ പരിപാടികൾ ഇപ്പം സിറ്റിയിൽ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചപ്പോഴും വെക്കാനിങ്ങനെ വന്നപ്പോഴും നമ്മളെ മടുപ്പിക്കുന്ന കാര്യം മെയിൻ അത് തന്നെയാണ്. ആരും എന്താ ബ്രോ ലൈവ് വരാത്തെ? അറിയില്ലടാ. ടി വിയിൽ എനിക്കൊന്ന് SRK ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടാകുന്നു ആരും ലൈവ് വരാഞ്ഞ്. എന്താ നെക്സ്റ്റ് പ്ലാൻ? അങ്ങനെ ഒരു പ്ലാനിലായിട്ടില്ലടാ. എന്തായാലും നമ്മൾ വരും. അതെപ്പോ എങ്ങനെയെന്നുള്ളത് തീരുമാനമായിട്ടില്ല. മാത്രമല്ല എല്ലാം പോയടാ. ഇതൊക്കെ ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ്. എല്ലാ സർവീസും പോയിട്ടുണ്ട്. ഇങ്ങനെ വാങ്ങാത്തതാ നല്ലത്. പിന്നെ അതൊരു ബാധ്യതയെ പോലെയാവും. യെസ്. ആർഡിആർ സെർവർ വരുമോ? നമുക്കങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. ഒരു ആർഡിആർ സെർവർ കൊണ്ടുവരണം എന്നുള്ള രീതി പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അപ്പം എന്തായാലും ആർഡിആർ സെർവർ ഇപ്പോഴേ ഇല്ല. വരുന്നതിന് നമ്മൾ സിറ്റി തന്നെയാണ് നമുക്ക് വേണ്ടത്. അതിനുള്ളത് എന്താണെന്ന് നോക്കണം. നെവർ ഗീവ് അപ്പ്. ഒരിക്കലും തോറ്റു കൊടുക്കില്ലടാ. അത് നമ്മൾ ഉറപ്പിച്ച കാര്യമാണ്. തോറ്റു കൊടുക്കില്ല. ടെർഫ് സെർവറിലെ കസ്റ്റം സ്ക്രിപ്റ്റ്സ് ആയിരുന്നു. ടെർഫ് നടത്താൻ പറ്റൂല. ടെർഫ് നമ്മുടെ സ്വന്തം കസ്റ്റം സ്ക്രിപ്റ്റ് ആണ്. പക്ഷേ ടെർഫ് മാത്രമായിട്ട് നടത്തിയിട്ട് കാര്യമില്ലല്ലോ. സത്യം. ഒരെണ്ണം സമാധാനം. SRK കിട്ടി. ഇനി സിറ്റി കൂടി വന്നാൽ ഫുൾ. വേറെ സിറ്റി അഡ്മിൻസ് ഓണേഴ്സ് ആക്കാനും ചാൻസ് ഉണ്ട്. ബിക്കോസ് SNDCയിൽ കയറുന്ന പ്ലേയേഴ്സ് വേറെ ഒരു വലിയ സെർവറിലും കളിക്കുന്നില്ലല്ലോ. വേറെ സിറ്റി അഡ്മിൻസ് ഓണേഴ്സ് ചാൻസ് ഉണ്ട്. അത് നമുക്കറിയില്ലടാ. എല്ലാ സൈഡിൽ നിന്നും പോസിബിലിറ്റി ഉണ്ട്. ആരും ആവാം. കാരണം ചെയ്യാൻ കുറെ ഇയേഴ്സ് ആയിട്ട് അവർക്ക് ഈ ഇഷ്യൂ ഇല്ലല്ലോ. അതറിയില്ലടാ. അത് നമുക്കറിയാത്ത കാര്യമാണ്. മേ ബി അവർക്ക് ഇതുള്ള റിപ്പോർട്ട്സ് പോയിട്ടുണ്ടായിരിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ നമ്മുടെ പ്ലെയർ സൈഡിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ നമ്മളെ ശത്രുക്കൾ വന്നതെന്ന് റിപ്പോർട്ട് ചെയ്താണെന്നൊന്നും നമുക്ക് യാതൊരു ഉറപ്പില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഉള്ള സ്ക്രിപ്റ്റ്സ് ആൻഡ് ഐറ്റംസ് എല്ലാം ന്യൂ ക്രിയേറ്റ് ആക്കണം. അപ്പോൾ യെസ്, നമ്മൾ പുതിയതായിട്ട് തുടങ്ങുവാണെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അതിന്റെ അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടി വരും. എന്ത് പറഞ്ഞ സിറ്റി കൊണ്ടുവരും? അങ്ങനെ ഒരു സംസാരം ഉണ്ടായില്ലടാ. സിറ്റി കൊണ്ടുവരുമോ അല്ലെങ്കിൽ അങ്ങനെയല്ല. ഞങ്ങൾ ജസ്റ്റ് ഇപ്പം ഞാൻ ഇവിടുന്ന് പോയിട്ട് അവിടെ പോയിട്ട് വീണ്ടും സിറ്റിയെ കുറിച്ച് സംസാരിച്ചിട്ട് ആളുടെ മൂഡ് വീണ്ടും പാടാകത്തുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ പോയി നിന്നിട്ട് വേറെ കാര്യം സംസാരിക്കാൻ ഞങ്ങൾ പുറത്ത് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള സംസാരമേ ഉള്ളൂ. അല്ലാതെ സിറ്റി കൊണ്ടുവരുന്ന കാര്യമൊന്നും ഡിസ്കസ് ചെയ്തില്ല. പിന്നെ പുതിയ സിറ്റിയുടെ കാര്യത്തിൽ ഇങ്ങനെ ചെറിയ ഡിസ്കഷൻ ഒക്കെ നടത്തപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാണെങ്കിൽ തന്നെ പ്രോപ്പർ RPക്ക് ഫോക്കസ് കൂടുതൽ കൊടുത്തൊക്കെ ആയിരിക്കും കൊണ്ടുവരിക. എല്ലാം കസ്റ്റം സ്ക്രിപ്റ്റ്സ് ആക്കാൻ പറ്റില്ല. പോസിബിൾ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ബാങ്കിങ് ആയാലും ഡീസിങ് എന്ന് പറഞ്ഞ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാനും ഇവിടെ. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതാക്കിയതാണ് ബാങ്കിങ് സ്ക്രിപ്റ്റ്. പിന്നെ ഗ്യാരേജ് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. SLNGs ഫുള്ള് നമ്മുടെ ഡീസിങ്ങിന്റെ കസ്റ്റം സ്ക്രിപ്റ്റ്സ് ആക്കണം, അല്ലെങ്കിൽ ഡീസിങ്ങിൽ നമ്മുടെ ഡെവലപ്പേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന കസ്റ്റം സ്ക്രിപ്റ്റ്സ് ആക്കണം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ആയാലും അത് പോസിബിൾ ആണ്. പക്ഷേ നമ്മളൊരു സിറ്റിക്ക് വേണ്ട അത്രയും സ്ക്രിപ്റ്റ്സ് നമ്മൾ പണിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്. അത്ര ടൈം ആൻഡ് എഫേർട്ട് ഭയങ്കരമായിരിക്കും.
നാളെ നോളജ് ഉള്ള ഒരാളാണ് റിപ്പോർട്ട് അടിച്ചത്. അതുപോലെ ഒരു ഡൗട്ട്, ഈ പ്ലെയർ ഡേറ്റ GH ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെയല്ലേ ഇപ്പൊ പോയത്? എന്തൊക്കെ അതായത് നമ്മുടെ സിറ്റി കളിച്ച പ്ലേസിന്റെ ഡേറ്റാസ് മൊത്തം നമ്മുടെ കയ്യിലുണ്ട്, അതൊന്നും പോകത്തില്ല. അതുപോലെ ഗ്യാങ്സിന്റെ അസറ്റ്സ് മൊത്തം കയ്യിലുണ്ട്. പിന്നെ നമ്മൾ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയ സാധനം എല്ലാം കയ്യിലുണ്ട്. പോയേക്കുന്നത് നമ്മൾ പെയ്ഡ് പൈസ കൊടുത്ത് വേറെ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഡെവലപ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് പോയത്. റേസർ 5-നെക്കാട്ടി കൊള്ളാം, അത്യാവശ്യം നൈസ് സാധനം. പക്ഷേ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ റേജ് ഒന്നും ഇനി തുടങ്ങാൻ പറ്റില്ല. കാരണം റേജ് എനിക്ക് ജൂലൈ ഈ മാസം ടേക്ക് ഡൗൺ ചെയ്യുവാണ്. റേജ് നിർത്തുവാണ്. റേജിന്റെ പ്ലാറ്റ്ഫോമിൽ ഓടുന്ന മറ്റേ ഏതായിരുന്നു ആ സിറ്റി, സിറ്റിയുടെ പേര് മറന്നല്ലോ. ആ സിറ്റി മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. ഞാനെന്തായാലും സെയിലാക്കുന്നുണ്ട്, അത് നമുക്ക് വാങ്ങി ഇസ്ലാൻഡീസ് എന്ന രീതിക്ക് കൊണ്ടുവരാൻ പറ്റൂ. അതില് നമ്മുടെ കീഴിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ നമ്മളൊരു എന്താ പറയുന്നേ, ഡിസൈൻ ചെയ്ത രീതി ആയിരിക്കില്ല അവരുടെ ഇതിൽ കിടക്കുന്നത്. ചാൻസസ് ഇല്ല. പിന്നെ അങ്ങനെ ആരും സെയിൽ ചെയ്യത്തില്ലല്ലോ. ഈ ഇടയ്ക്ക് അടിച്ച സ്വിഫ്റ്റ് എല്ലാം മാറ്റിക്കൂടെ? അതാണ് രസം. നമ്മള് ലാസ്റ്റ് മേടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വണ്ടിയാണ് മേടിച്ചത്. അറൗണ്ട് 1 lakh അടുത്ത് വണ്ടി മേടിച്ചത്. 1 lakh റുപ്പീസിന് അടുത്തുള്ള വണ്ടി മേടിച്ചത്. അത് മേടിച്ചിട്ട് കറക്റ്റ് ഇന്ന് ആകുമ്പോഴത്തേക്ക് എത്ര 31 ദിവസമായി. അത് ഓൾറെഡി 28 ഡേയ്സ് കഴിഞ്ഞു. അതാണ് കഷ്ടകാലം എന്ന് വെച്ചാൽ ടൈം അങ്ങേ അറ്റത്തെ ടൈമാണ്. ഡീഡോസ് അടിക്കുന്നതിന് റിപ്പോർട്ട് ചെയ്താവോ? മേ ബി ആരും ആവാമല്ലോടാ. ഡീഡോസ് അടിക്കുന്നതിനും ആരും ഗ്രാൻഡ് RP അത് തന്നെ. ഗ്രാൻഡ് RP മാത്രമേ ഇനി റേജിന്റെ ഇതിൽ റൺ ആവത്തുള്ളൂ. അതും ലിമിറ്റഡ് ടൈമിലാണെന്നാണ് അറിഞ്ഞത്. അവരും 5M മാറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ബൈക്ക്, കാറ്, ബിൽഡിംഗ്, ജോബ് എക്സെട്ര എല്ലാം പോയി. ലൈക്ക് റോക്സൂഡ് ഒക്കെ ആണോ ഈ സ്ക്രിപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? യെസ്, റോക്സൂഡ് മാത്രമല്ലടാ, വേറെ കുറേ സാധനങ്ങളുണ്ട്. കാറ്, വൈമാപ്പ് എല്ലാം ഉണ്ട്. നമ്മൾ പെയ്ഡായിട്ട് വാങ്ങിച്ച കാർസും വൈമാപ്പും എല്ലാം പോയി. കസ്റ്റമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതൊക്കെ നമ്മുടെ ഇത് തന്നെ ഉണ്ട്. 5M റെഡം ഒക്കെ സെയിം ആണോ? 5M വേറെ, റെഡം വേറെ, റേജ് വേറെ. സെയിം ബട്ട് ഡിഫറെൻറ്റ്. 5M GTA 5 റെഡം RDR. രണ്ടിന്റെ ബേസ് വ്യത്യാസമാണ്. ഇത് 5M ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5ഉം മറ്റേത് RDR. റെഡ് റിഡംപ്ഷൻ അങ്ങനെ എന്തോ ഇത് പേര്. അപ്പൊ ഇനി ഉണ്ടാവൂല്ലേ? അത് നമ്മളെന്തായാലും തോറ്റു കൊടുക്കില്ല, വരും. എന്തായാലും വരും. സ്ക്രിപ്റ്റ് വാങ്ങിച്ച ഡീലേഴ്സിന് ഒരു നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ വേറെ കീഴിലാക്കി തരുമോ? ഇല്ലടാ, പിന്നെ അവർ ഓഫ് കോഴ്സ് അവരുടെ ബിസിനസ് അല്ലേ നോക്കത്തുള്ളൂ. നമ്മൾ പുതിയ പർച്ചേസ് ചെയ്യാനേ അവർ പറയത്തുള്ളൂ. ഞാൻ മുടിഞ്ഞു പോകുന്നു. സ്ക്രിപ്റ്റ് വാങ്ങിച്ച ഡീലറോട് നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ വേറെ കീഴിലിട്ട് തരുമോ? ഇല്ലടാ, അതൊക്കെ നമ്മൾ ട്രൈ നോക്കിയടാ. അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല, സമ്മതിക്കത്തില്ലായിരുന്നു. ആരാണ് ബ്രോ കർമ്മ എന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ട്? അത് ഏതോ ഒരു പേര്, ഏതോ ഒരു ഇതാണ്. പക്ഷെ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്തെന്നാണ് പിന്നെ ഇതായത്. പിന്നെ കണ്ടിട്ടില്ല സ്റ്റോറി. റോക്സ്റ്റാർ എന്താ പറയുന്ന റിപ്ലൈ ഒന്നും ഇല്ല. റിപ്ലൈ അവര് നമ്മൾക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ലടാ. കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് തന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്ക്. ഈഗോ എഫക്ട്സ്, അത് തന്നെ, ഈഗോ എഫക്ട്സ് ഫാൻ പേജ് ആണ്. പുതിയ സിറ്റി സെറ്റാക്കണമെങ്കിൽ എത്ര ഡേ വരും? നമ്മൾ പർച്ചേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ 1 വീക്ക് അബോ എടുക്കും എന്തായാലും. അത്രയും ഇനി പർച്ചേസ് ചെയ്യേണ്ടത്, അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഞാൻ അതൊന്നും സംസാരിക്കാനല്ല വന്നത്, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം.